ഇതൊക്കെ കേട്ട് പ്രിയപ്പെട്ട മനുഷ്യരെ നിങ്ങൾ ജീവിക്കാനും മറന്നു പോകരുത്. ഹിന്ദു എന്നാണോ തുടങ്ങി. നാട്ടിൽ ന്യൂനപക്ഷമാകുന്നത്? ഭാരതം ഇസ്ലാമിക രാഷ്ട്രമായി മാറുമെന്നുള്ള പ്രഖ്യാപനത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. നാളെ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം കിട്ടുമോ? ഈ സദസ്സിലിരുന്ന മനുഷ്യരുടെ അവസ്ഥ എന്താണെന്നറിയോ? നാളെ നമ്മുടെ രാജ്യം ആരും പിടിച്ചടക്കാൻ പോകുന്നു, നമ്മുടെ സമ്പത്ത്, നമ്മുടെ സന്താനങ്ങളെല്ലാം നമുക്ക് അന്യാധീനപ്പെട്ടു പോകും എന്ന് വിചാരിച്ച് അവൻ ടെൻഷൻ അടിച്ച് അവൻ്റെ ജീവിതം ഒടുങ്ങുന്നതിനപ്പുറത്തേക്ക് ഈ നാട്ടിലെ ക്രൈസ്തവർ, ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾ, ഈ നാട്ടിൽ ഇതിൻ്റെ ഭാഗമാകാത്ത സാധാരണക്കാരായ ഹൈന്ദവ സഹോദരങ്ങൾ മുഴുവനും നല്ല ഭക്ഷണം കഴിച്ച് അവരധ്വാനത്തിൻ്റെ ഫലം കൊണ്ട് നല്ല ട്രിപ്പ് പോയി ജീവിതം ആസ്വദിച്ച് ജീവിക്കുമ്പോൾ മറ്റൊരു ഭാഗത്തൊരു മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? കുഴിമന്തി ചെമ്പിലെ കുഴിമന്തി തീർന്നാലും ബിരിയാണി ചെമ്പിലെ ബിരിയാണി തീർന്നാലും ഒരു നുള്ളു ഭക്ഷണത്തിൻ്റെ സുഖവും ആസ്വാദനവും എനിക്ക് അനുഭവിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്നറിയോ? അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം ആരോ പിടിച്ചുകൊണ്ട് പോകാൻ പോകുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട എത്രയോ വർഷക്കാലം, 4 നൂറ്റാണ്ടോളം അങ്ങാണ്ടാണെന്ന് തോന്നുന്നു മുഗളന്മാർ നമ്മുടെ രാജ്യം ഭരിച്ചത്. നമ്മുടെ രാജ്യം വിവിധങ്ങളായ ഭരണാധികൾ ഭരിച്ചിട്ടുണ്ട്, മുസ്ലിമീങ്ങൾ ഭരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റു വിഭാഗങ്ങൾ ഭരിച്ചിട്ടുണ്ട്. അന്ന് നമ്മുടെ രാജ്യം ആ ഭരണാധികാരികളുടെ ആശയത്തിനൊപ്പം നിന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് നമ്മളെ ഭയപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടി? ഇതൊരു പൊളിറ്റിക്സാണ്. ഈ പ്രസംഗിക്കുന്ന മനുഷ്യന് പോലും വ്യക്തിപരമായിട്ടൊരു മുസൽമാനോട് വെറുപ്പുണ്ടാവില്ല, നിലനിൽപ്പിന് വേണ്ടിയാണ്. ഇയാൾ പോലും നല്ല സദ്യ കഴിച്ച് പായസം കുടിച്ച് സുഖസുന്ദരമായി മൃഷ്ടാനം വെട്ടി വിഴുങ്ങി ഉറങ്ങുമ്പം നിങ്ങളിവിടെ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കും. ഇത് പൊളിറ്റിക്സ് ആണെന്ന് നമ്മൾ ഓരോ മലയാളികൾ മനസ്സിലാക്കണം. ബാക്കി പറയട്ടെ. 2047 വരെ മാത്രമേ നമുക്കിങ്ങനെ സന്തോഷത്തോടു കൂടി ഇരിക്കാൻ കഴിയൂ. 2047 വരെ നമുക്കിങ്ങനെ സന്തോഷിക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും വേഗം സന്തോഷത്തോടെ. ഞങ്ങൾ 2047 വരെ അല്ല, ഞങ്ങൾ ഇപ്പോഴും അടിച്ചു പൊളിക്കുകയാണ്. ഇപ്പോഴും മന്തി കഴിച്ചിട്ട് വന്നതാണ്. ഇനി ചായം പഴംപൊരിയും കഴിക്കണം. നിങ്ങളിങ്ങനെ സന്തോഷത്തെ പോകും. നിങ്ങൾ 47 വരെ ടെൻഷൻ അടിച്ചിരുന്നു എന്നുള്ളത് ഞാനല്ല പറയുന്നത്, അവരാണ് പറഞ്ഞത്. 2047 ആകുമ്പോൾ ഭാരതം ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കായി മാറും. മാറില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം ജനസംഖ്യ വർദ്ധിക്കുന്നത് അങ്ങനെയാണ്. ഈ ജനസംഖ്യ വർദ്ധിക്കുന്നു, മറ്റുള്ളവർക്ക് മക്കളുണ്ടാകുന്നു, സ്ഥിരം കരച്ചിലാണ്. ഇത് നിർത്താറായില്ല. അല്ലെങ്കിൽ നാണക്കേടാണിത്. നിങ്ങളുടെ പാർട്ടി, നിങ്ങളുടെ സംഘടന, എത്ര ലക്ഷം ആളുകളുണ്ട്, അവരെല്ലാവരും കൂടി ധനം സമാഹരിച്ചുകൊണ്ട് ഓരോ കിലോ ഈന്തപ്പഴം, നല്ല ഈന്തപ്പഴം, നല്ല അടിപൊളി ഈന്തപ്പഴം കിട്ടും. ഈ അജുവ പോലുള്ള അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഈന്തപ്പഴം കിട്ടും. ഓരോ കിലോ മേടിച്ച് കൊടുക്കുക, നല്ല വെള്ളം കുടിക്കാൻ പറയുക. കുട്ടികളൊക്കെ പറപറാന്ന് വരും. അപ്പം എന്തായാലും ഇപ്പം ഏകദേശം 23-24% ഉള്ള ഇന്ത്യയിൽ മൊത്തം മുസ്ലിങ്ങളുടെ കണക്ക് അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ 80% ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും വർദ്ധിക്കണമെങ്കിൽ ഇനിയും ഇവരെയൊക്കെ ഈ 23% നിന്ന് 80% പറയാൻ ഇനിയും കാലം എടുക്കും. അപ്പോൾ നമ്മൾ അപ്പോഴത്തേക്ക് നമ്മൾ ഈന്തപ്പഴമൊക്കെ തിന്ന് റെഡിയായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒളിക്കാൻ പറ്റും നമുക്ക്. ഇവന്മാരൊന്നും ഒരു കാലത്തും എത്തൂല. അപ്പോൾ തുണയ്ക്കോളിയും പണി. നിയന്ത്രിക്കുവാനുള്ള യാതൊരു നിയമ നടപടികളും ഇന്ന് പ്രാബല്യത്തിലില്ല. ഈ നിയന്ത്രിക്കാൻ എന്തേ ചെയ്യുക? നിങ്ങളൊരു കാര്യം ചെയ്യ്. ഗവൺമെൻറ്റൊക്കെ പറയുക, ഈ പ്രാവ് മേലേക്ക് പറക്കാതിരിക്കാൻ, പരുന്ത് മേലേക്ക് പറക്കാതിരിക്കാൻ വേണ്ടി റബ്ബർ ഇട്ട് വിടുമല്ലോ. അങ്ങനെ എല്ലാവർക്കും റബ്ബർ ഇടാനുള്ള സംവിധാനം ഉണ്ടാക്കുക. അല്ലാതെ ഇപ്പം ചെയ്യാൻ പറ്റും? മനുഷ്യരായ ഭക്ഷണം കഴിക്കും. നല്ല ഭക്ഷണം കഴിച്ചാൽ മനുഷ്യൻ്റെ സ്വാഭാവികമായ വികാരം ഉണ്ടാവും. അവർ വീട്ടിലേക്ക് ചെല്ലും, അവർക്ക് പ്രത്യുൽപാദനം ഉണ്ടാകും, മക്കളുണ്ടാകും. പക്ഷെ അല്ലാത്തവൻ ഇവിടെ നിന്ന് മോങ്ങുന്നേ. പാവപ്പെട്ട ഹിന്ദു ഒന്നാണ് വീട്ടിൽ. ഇതൊന്നും ഞാൻ പറഞ്ഞ് ആവർത്തിക്കുന്നില്ല. ഇതിന്റെയൊക്കെ അപകടം നമുക്ക് വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഉണർന്നേ പറ്റും. വേഗം കൊണ്ടുവരും. അമ്മയുടെ കഴുത്തറുത്ത് കൊല്ലുന്ന മകൻ കണ്ടില്ലേ നിങ്ങൾ? സഹോദരങ്ങൾ പരസ്പരം വെട്ടിക്കൊല്ലുന്ന കാഴ്ച. ഇതൊക്കെ പറഞ്ഞിട്ട് ഈ അമ്മേനെ കഴുത്തറുത്ത് കൊന്ന് അറിയാലോ, ഒരു മഹിളാ മോർച്ചയുടെ നേതാവിൻ്റെ മകനാണ് അമ്മയെ കഴുത്തറുത്ത് കൊന്നത്. അതിൻ്റെ കുറ്റവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്, ഇവിടുത്തെ ഗവൺമെൻറ്റിനാണ് കുറ്റം പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു സന്യാസി പറ്റിയാണ് ഈ പ്രഭാഷണം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ മുമ്പിലിരിക്കുന്ന 10,000-കണക്കിന് വരുന്ന മനുഷ്യരോട് ഏതെങ്കിലും ഘട്ടത്തിൽ സ്നേഹത്തെക്കുറിച്ച്, സൗഹാർദ്ദത്തെക്കുറിച്ച്, സഹവർത്തിത്വത്തെക്കുറിച്ച് നമ്മൾ പരസ്പരം ഒന്നിച്ചു പോകേണ്ട. ഈ രാജ്യത്തിൻ്റെ മക്കളാണ് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മതമുള്ളവനും ഇല്ലാത്തവനും. നമ്മൾ ഒന്നിച്ചു പോകേണ്ടവരാണ്. രാജ്യം എന്നുള്ള വികാരമാണ് ഒരു മനുഷ്യൻ്റെ ആത്യന്തികമായ പ്രശ്നമെങ്കിൽ, രാജ്യമെന്നുള്ള വികാരമാണ് ഒരു മനുഷ്യൻ്റെ ആത്മാർത്ഥതയെങ്കിൽ, ഈ രാജ്യത്തിൻ്റെ മക്കളെല്ലാം ഒന്നിച്ചു പോയാൽ നമ്മളെ ആർക്കെങ്കിലും തടയാൻ പറ്റുമോ? ഏതെങ്കിലും ശത്രുക്കൾക്ക് നമ്മളെ നേരിടാൻ കഴിയുമോ? ഇവിടുത്തെ മുസൽമാനും ഹിന്ദുവും ക്രിസ്ത്യാനിയൊക്കെ ഒന്നിച്ചു പോയെങ്കിലേ നമ്മുടെ രാജ്യം ബലപ്പെടുകയുള്ളൂ. നമ്മൾ ഭിന്നിച്ചല്ല പോകേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നുണ്ട് ഇല്ല. നാം എന്നതിലേക്ക് ചുരുങ്ങാണ്. ആ മനുഷ്യരോട് പറയണ്ടേ, 2018 കാലത്ത് പ്രളയമുണ്ടായ സമയത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ നമ്മളെല്ലാം ഒന്നിച്ച് ഏകോദര സഹോദരങ്ങളെ പോലെ കഴിഞ്ഞപ്പോൾ ഒറ്റ വികാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തേ? അതിജീവനം ഉണ്ടാകണമെന്ന്. നമ്മളെല്ലാവരും ഈ പ്രളയകാലത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ഒറ്റ വികാരം മാത്രമേ ഉള്ളൂ. അന്ന് ആകാശം മുട്ട ഉയർന്നിരുന്ന വെള്ളം, ജലാശയം താഴ്ന്നു എന്ന് മനുഷ്യരെങ്ങനെ മനസ്സിലാക്കിയത്? സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും വർഗീയത പടർന്നപ്പോഴാണ് മനുഷ്യർക്ക് മനസ്സിലായത് വെള്ളം താഴ്ന്നിട്ടുണ്ട്, വർഗീയത പടർന്നു എന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യരെ,
ഈ വർത്തമാനം, ഈ തോന്നിയവാസങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടന്ന് നമ്മുടെ മനസ്സ് അസ്വസ്ഥപ്പെടും. അതുകൊണ്ട് മനുഷ്യരെ, ഇത്തരം വിദ്വേഷങ്ങളിൽ വീണുപോയി നമ്മുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തരുത്. ഈ പ്രസംഗിക്കുന്ന മനുഷ്യന് പോലും ഒരു മുസൽമാനോടോ ക്രിസ്ത്യാനിയോടോ വ്യക്തിപരമായ വൈരാഗ്യം ഉണ്ടാകത്തില്ല. ഇത് പൊളിറ്റിക്സ് ആണ്. ഇതിന് അധികാരം നിലനിർത്താനുള്ള കോമാളിത്തരത്തിലൊക്കെ നമ്മൾ ഓരോരുത്തരും പെട്ടുപോകും, ഇരയായി പോകും. നമ്മൾ ഏകോദര സഹോദരങ്ങളെ പോലെ കണ്ട പരസ്പരം തോളോട് തോൾ ചേർന്ന് നമ്മൾ ഓരോരുത്തരും പരസ്പരം മനസ്സിൽ പകയും ശത്രുതയും വെച്ച് പുലർത്തും. അതുകൊണ്ട് മനുഷ്യരെ, നമ്മൾ മനുഷ്യരായി മുന്നോട്ട് പോവുക.